ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ +2 റിസൾട്ട് മെയ് 26 ഉച്ചയ്ക്ക് 3 മണിക്കാണ് വരുന്നത്. അപ്പം മാർക്ക് ഇനിയിപ്പം കുറയുമോ, റിസൾട്ട് എന്താകും എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം മുൻ വർഷങ്ങളിൽ ഇതുപോലെ മാർക്ക് കുറഞ്ഞവർക്ക് പിന്നീട് അവരെങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂളായിട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഈ ഒരു കേസ് ഇവർ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായി. കെമിസ്ട്രിയിൽ നോക്കൂ +1 ഫെയിലാണ്, 15 മാർക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ സാബ് ബാച്ചിൽ ജോയിൻ ആയിട്ട് അവരുടെ TE മാർക്ക് നോക്കൂ, സെക്കൻഡ് ഇയർ ഫിസിക്സിൽ 30, അതുപോലെ കെമിസ്ട്രിയിൽ 31. അപ്പം നിങ്ങൾക്ക് മാർക്ക് ഇപ്പം എത്ര കുറവാണെങ്കിലും അതിപ്പോൾ 4, 5, 1, 2, 3 ഒക്കെ ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഒരുപാട് കേസുകൾ മുൻ വർഷങ്ങളിൽ നമ്മുടെ സാബ് ബാച്ചിൽ ജോയിൻ ആയിട്ട് അവർക്ക് +2 മാത്രം വെച്ചിട്ട് പോലും പാസ്സായവരുണ്ട്. +2ൽ 40 അറൗണ്ടൊക്കെ മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഫെയിലായിട്ട്, പിന്നീട് നമ്മുടെ സാബ് ബാച്ചിൽ ജോയിൻ ആയിട്ട് പഠിച്ചിട്ട്. ഈ ഒരു കേസ് നോക്കും, ഫിസിക്സ് +1 ഫെയിലാണ്, 16 മാർക്ക്. +2 നമ്മുടെ ബാച്ചിൽ കണ്ടോ 39 മാർക്ക്, അതായത് 40 മാർക്ക് അവർക്ക് കിട്ടി. ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന് പിന്നീട് നമ്മുടെ സാബ് ബാച്ചിൽ ജോയിൻ ആയിട്ട് +2 എക്സാം ഇപ്പോൾ വരും. നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക. ഈ കെമിസ്ട്രിയിലും ഇവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു. അതുപോലെ ഈ ഒരു കേസ് കെമിസ്ട്രിയിൽ 14 മാർക്കായിട്ട് +1 ഫെയിലായി. അങ്ങനെ 22 മാർക്ക് വേണമായിരുന്നു. കണ്ടോ, അവരുടെ സെക്കൻഡ് ഇയറിൽ അവർക്ക് 22 ഒന്നിൽ അവർക്ക് 30 മാർക്ക് കിട്ടി. അപ്പോൾ +1ൽ ഇപ്പോൾ 6 മാർക്കാണെങ്കിൽ പോലും അവർ 36 പാസ്സായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യാൻ ഈ നമ്പറിൽ വിളിച്ചോളൂ, 77 36 70 70 45. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കേസ് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇവർ ഫിസിക്സിൽ 13 +1ൽ ഫെയിലായി. അതുപോലെ എന്നിട്ട് TE മാർക്ക് സെക്കൻഡ് ഇയറിൽ നമ്മുടെ സാബ് ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ 26 മാർക്ക് കിട്ടി. ഇവർക്ക് ആക്ച്വലി 23 മതിയായിരുന്നു, പക്ഷേ 26 കിട്ടി. കെമിസ്ട്രിയും ഫെയിലായിരുന്നു +2ൽ, അത് 32 കിട്ടി. ഇവർ 6 മാർക്കുമായിട്ട് കെമിസ്ട്രി ഫെയിലായി വന്നിട്ടാണ് 32 വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ. ഈ ഒരു പയ്യന് അഡ്ഡപടലം പൊട്ടി വന്നിട്ട് ഫിസിക്സിൽ +1ൽ 8 മാർക്കാണ്. അങ്ങനെ +2ൽ 5 7 കണ്ടാണ് മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 28 വേണമായിരുന്നു +2ൽ, അത് കിട്ടി. അതുപോലെ കെമിസ്ട്രിയും ഫെയിലായിരുന്നു, കെമിസ്ട്രിയിൽ 29 കിട്ടി. അപ്പം ഇത്തരത്തിൽ ഒരുപാട് കേസുകളുണ്ട്. ഈ ഒരു പയ്യൻ നമ്പർ ഓഫ് ചാൻസ് കണ്ടോ, 3ാമത്തെ തവണയാണ് അവൻ നമ്മളെക്കുറിച്ച് അറിഞ്ഞത്. ആദ്യം 2 തവണ അവൻ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവൻ എഴുതി പക്ഷേ ഫെയിലായി. 3ാമത്തെ തവണ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി, മാത്സും ബയോളജിയും അങ്ങ് തൂക്കിയെടുത്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമുക്ക് നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ഡെമോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആവുക. കാരണം നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് പലതും മനസ്സിലാകാത്ത, യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടാലൊന്നും പലതും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളെ ലെവലിൽ നിന്ന് കോഡുകളാക്കിയിട്ടും ട്രിക്കുകളാക്കിയിട്ടും ഒക്കെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളിൽ ജോയിൻ ആവുക. നമ്മൾ ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡെമോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ വെച്ച് തരും. ഇത് നമ്മുടെ ഒരു ബാച്ചിലർ റിസൾട്ടാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞു 40 അറൗണ്ട് മാർക്ക് കിട്ടിയ കേസ്. പിന്നെ 14 32, 17 30 അതുപോലെ 6 27 അങ്ങനെ ഒരുപാട് കേസുകൾ. ബിയിലോട്ട് വന്ന 10 28 വന്ന കേസുകൾ, 5 24 വന്ന കേസുകൾ. അതുപോലെ തന്നെ 3ാമത്തെ തവണ അതിനകത്ത് നമ്മൾ ഇപ്പം അതിനകത്ത് നമ്മളെക്കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയ കേസുകളാണ് ഇതൊക്കെ.